ഒരു മര്യാദ ഉണ്ട്. നിങ്ങളെ പോലെ സർക്കാർ സേവനം ചെയ്യുന്നവരാണ് അവർ മര്യാദ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ പോലുള്ളവനൊക്കെ കയറി വട്ടം നിന്ന് ഉണ്ടാക്കിയിട്ട് അവനൊക്കെ പിന്നെ മണ്ണൊക്കെ പണിയിരിക്കാനായിട്ട് ആരോഗ്യത്തിൽ അടിയന്തരം കഴിക്കണോ? ഇതൊക്കെ എവിടെ കൂടെ വക്കുന്നു ചെയ്തിട്ടാകും ഈ പാവപ്പെട്ട മക്കളൊക്കെ പോലീസുകാരെ ചെയ്യാനേ രസമുണ്ട്. ഇത് വാടന നിയമത്തില് അതാ പറയുന്ന കാര്യം. പേടിയൊന്നുമില്ല. പോലീസുകാരില്ലേ വാടം വന്ന് റോഡ് തടഞ്ഞു നിർത്തി, വണ്ടി തടഞ്ഞു നിർത്തി. ഇവിടെ ഞങ്ങൾക്കറിയാം ആവശ്യമില്ല. വിട്ടോ പോലീസ് ഒരു കാരണവശാലും പറ്റില്ല. ഇത് ലാസ്റ്റ് അഞ്ചാൾ വിളിക്ക്, എസി വിളിക്ക്. എസി വിളിച്ചിട്ട് ഒരു മര്യാദ വേണ്ട, ഒരു മര്യാദ ഒരു മര്യാദ വേണ്ട, ഒരു മര്യാദ അതിനൊക്കെ മാത്രം ഫോട്ടോ എടുക്കുക, അയച്ചോളാം. ഉത്തരവാദപ്പെട്ട ഒരു മര്യാദ അപ്പൊ ഉണ്ടാകാൻ വേണ്ടി അങ്ങനത്തെ ഒരു കാര്യം പറയാനുള്ളത്. ഇവിടെ ഈ ട്രാഫിക് വാർഡന്മാരെ പറ്റിയിട്ടുള്ള ക്രിയ നടക്കൂല. ഒന്നാമത്തെ ഇവരൊക്കെ ഒരുത്തൻ ഇത്രയും നേരം ഇതിന്റെ മരത്തിന്റെ അടിയിൽ ഇരിക്കായിരുന്നു. ഒരു NAD റോഡിൽ നിന്ന് ഒരു ബസ് വന്ന് അങ്ങോട്ട് കയറിയിട്ട് അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. വട്ടം വന്ന് നിൽക്കണം. ഇവിടെ ബ്ലോക്ക് വന്ന് ഇവിടുന്ന് വയർലെസ്സിൽ വിളിച്ചപ്പോഴാണ് അയാൾ തിരിഞ്ഞു നോക്കണം. ഞങ്ങൾക്ക് നോക്കി നിൽക്കണം. ഇവരെ പോലെയുള്ള ആളുകൾ ഒരാളൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയാൽ ഇവർ ഒന്ന് കടത്തിവിടല്ലേ. അതിനുള്ള സേവനം പോലെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ എന്തിനാ ഇപ്പോൾ അറിയിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒരു കാരണവശാലും ഇനി വാർഡന്മാരെ ഇവിടെ വെച്ചിട്ടുള്ള പണി നടക്കൂല. അതുപോലെ കൃത്യമായി HMC ജംഗ്ഷനിൽ ആ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു അടിയന്തരമായ തീരുമാനം ഉണ്ടാകും. അവിടെ ഒരു തരത്തിലും പറ്റാത്തൊരു സാഹചര്യം ഒന്ന് ആലോചിച്ചു. കളമശ്ശേരിയിൽ ഈ അടുത്ത കാലത്തായി ട്രാഫിക് പരിഷ്കാരത്തിന്റെ പേരിൽ ഒട്ടേറെ സംവിധാനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. പക്ഷേ തിരക്കേറുന്ന സമയങ്ങളിൽ രാവിലെ ആയിരക്കണക്കായ വിദ്യാർത്ഥികളും അതുപോലെ നൂറുകണക്കിന് ജീവനക്കാരുമെല്ലാം സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കളമശ്ശേരിയിൽ HMC ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ യാതൊരു വിധത്തിലുള്ള ആളുകൾക്ക് നടന്നു പോകാനോ അതല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കാനോ സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിനുള്ള യാതൊരു മാർഗവുമില്ലാത്ത ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് വാർഡന്മാരെന്ന പേരിൽ 2-3 വാർഡന്മാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും തണൽ നോക്കി ഏതെങ്കിലും പറ്റത്ത് ചേർന്ന് നിന്നുകൊണ്ട് അവർ സമയം പോക്കുന്നതല്ലാതെ യാതൊരു വിധത്തിലും ഈ സാധാരണക്കാർക്ക് നടന്നു പോകാനോ അതല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചു പോകാനോ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇതുവരെയും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക് വാർഡന്മാരുടെ സേവനം ഇവിടെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്. ഇതിലൂടെ സഞ്ചരിച്ച ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ജീവനക്കാരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അപകട മരണമാണ് നമ്മളെല്ലാവരും കണ്ടു. അത് പുറകിൽ വന്ന വാഹനത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞത് കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് നമ്മളെല്ലാം വ്യക്തമായിട്ട് കണ്ടു.
അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു അപകടമാക്കി, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അശ്രദ്ധ മൂലമാണ് അപകടമാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഭാഗ്യം കൊണ്ട് അവരുടെ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷേ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കളമശ്ശേരിയിലെ ഞങ്ങളെ പോലെയുള്ള നിരവധി പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ ട്രാഫിക് പരിഷ്കരണത്തിൽ ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ അടിസ്ഥാന സൗകര്യമായി അതിനെന്തെങ്കിലും വികസനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നാട്ടുകാരുടെയും ഇവിടെയുള്ള സഞ്ചരിക്കുന്ന മുഴുവൻ പൊതുജനങ്ങളുടെയും ജീവന്റെ വില അറിയാൻ പാടില്ലാത്ത ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ MLA യും തീർത്തും ഈ അപകടത്തിന് ഉത്തരവാദികളാണ് എന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത്.